ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നിസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A03 റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിലെ മൊഡ്യൂൾ 2-ലെ എ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞിട്ട് സാറ ഓൺ ജുവറ്റ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിലെ ടൈറ്റിൽ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ പേരാണ്. കൊക്ക്, റയർ ആയിട്ട് കാണുന്ന ഒരു ബേർഡാണിത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ കഥയ്ക്കുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ചിട്ട് അറിയണം. തിയോഡോറ സാറ ഓൺ ജുവറ്റ് എന്നാണ് പേര്. അമേരിക്കൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ആൻഡ് പോയറ്റാണ്. ദെൻ ബെസ്റ്റ് നോൺ ഫോർ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോക്കൽ കളർ ആൻഡ് റീജിയണലിസം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോക്കൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു റൈറ്ററാണ് സാറ. റീജിയണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ, ഇപ്പം നമ്മുടെ സ്വന്തം റീജിയൻ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ ഷീ ഓഫൺ പേഴ്സോണിഫൈഡ്, അതായത് നേച്ചറിനെയൊക്കെ, നേച്ചുറൽ വേൾഡിനെ എന്ത് ചെയ്യും, സാറ പേഴ്സോണിഫൈ ചെയ്ത് എഴുതാറുണ്ട്. അതായത് ഒരു ക്യാരക്ടറാക്കി മാറ്റി, ഒരു പേഴ്സണാക്കി മാറ്റിയിട്ടൊക്കെ നമുക്ക് സാറയുടെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. ദെൻ ഫാദർ ഒരു ഫിസിഷ്യനാണ്. ദെൻ നമ്മുടെ സാറയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ വേൾഡിനെ ഒബ്സർവ് ചെയ്യുക, അതുപോലെ നാച്ചുറൽ ബ്യൂട്ടി, കൺട്രി സൈഡ്, ഇതിനൊക്കെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് മെയിനി എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെയാണ് സാറയുടെ മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നത്. Then at the age of 19, Jewett published her first story and was soon encouraged by William Dean Howells. അങ്ങനെ 19-ാം വയസ്സിലാണ് ആദ്യമായിട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഒരു 1902 ആകുമ്പോഴേക്കും റൈറ്റിംഗ് കരിയർ എൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് പിന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ച് പറയാം. ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിൻ കാണുന്ന തീം എന്ന് പറയുന്നത് റീജിയണലിസം, അതുപോലെ തന്നെ പോസ്റ്റ് സിവിൽ വാർ ജാനർ ഓഫ് ലിറ്ററേച്ചർ വിച്ച് സെലിബ്രേറ്റ്സ് ദ യുണീക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ലോക്കൽ കൾച്ചർ ഓഫ് സ്പെസിഫിക് റീജിയൻസ് ഓഫ് അമേരിക്ക. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണലിസം, അതായത് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സ്ഥലം, ഒരു പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ പോസ്റ്റ് സിവിൽ വാർ ജാനർ ഓഫ് ലിറ്ററേച്ചറാണ്, അതായത് അമേരിക്കയിലെ സിവിൽ വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ലിറ്ററേച്ചറാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ആൻഡ് ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്, യുണീക്ക് എൻവയോൺമെൻറ്റ്, അതായത് വളരെ യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ യുണീക്ക് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ലോക്കൽ കൾച്ചർ ഓഫ് സ്പെസിഫിക് റീജിയൻ, അതായത് അമേരിക്കയിലെ ഓരോരോ പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഓരോരോ പെർട്ടിക്കുലർ സ്ഥലത്തിലുള്ള ലോക്കൽ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി ആദ്യം പബ്ലിഷ് ചെയ്തത് 1886-ലാണ്. ലിറ്റററി വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇതിന് നമ്മൾ പറയുന്നത്, ഈ ജുവറ്റിൻ്റെ വർക്കിനൊക്കെ പറയുന്നത് പ്യുവറസ്റ്റ് ആൻഡ് ടെൻഡറസ്റ്റ് എന്നാണ് പറയുന്നത്. അത്രയും പ്യുവറായിട്ടാണ് എഴുതുന്നതെന്നാണ് പറയുന്നത്. ഇനി ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു 9 വയസ്സായിട്ടുള്ള ഒരു റൂറൽ ഗേളാണ്, ഹു ലീവ്സ് വിത്തിൻ മെയിനീസ് കോസ്റ്റൽ വിൽഡർനെസ് ഇൻ ട്യൂൺ വിത്ത് നേച്ചർ ആൻഡ് ഇറ്റ്സ് ക്രീച്ചേഴ്സ്. അപ്പോൾ 9 വയസ്സായിട്ടുള്ള ഒരു കുട്ടി കോസ്റ്റൽ ഏരിയ ആണ്, മെയിനി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കോസ്റ്റൽ ഏരിയ, അതായത് കടൽ തീരത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്താണ് താമസിക്കുന്നത്. ആൻഡ് ആ ഏരിയയുടെ പ്രത്യേകത എന്താണ്, നേച്ചർ ആയിട്ട് ഇണങ്ങി ചേർന്നിട്ട്, അതുപോലെ ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവജാലങ്ങൾ അതൊക്കെ ആയിട്ട് ഇഴകി ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ കുട്ടിയുടെ പേര് സിൽവിയ എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡാണ്, 9 വയസ്സായിട്ടുള്ള സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് പ്രോട്ടോഗോണിസ്റ്റ്. ആൻഡ് ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ക്ലോസ് കണക്ഷൻ ടു നേച്ചർ,
പ്രകൃതിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് ഈ സ്റ്റോറിയുടെ അവസാനം ആകുമ്പോഴേക്കും സിൽവിയയ്ക്ക് അവളുടെ ഡ്യൂട്ടീസ് എന്താണ്, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുകയും നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മരങ്ങളും കാടുകളും മാത്രമല്ല, അതിലെ ജീവജാലങ്ങളും ഉൾപ്പെടുന്നു, ക്രീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ദെൻ എ വൈറ്റ് ഹെറോൺ paints a strong contrast between Sylvia's love for nature and the hunter's desire to tame it. അപ്പോൾ ഇതിൽ വേറൊരു നമ്മൾ ലാൻഡി ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഹണ്ടർ, അതായത് നമുക്കറിയാം വേട്ടക്കാരൻ. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് സിൽവിയയുടെ പ്രകൃതിയോടുള്ള സ്നേഹവും ഹണ്ടറിൻ്റെ എന്താണ് ഡിസയർ ടു ടേം ഇറ്റ്, അതായത് നേച്ചറിനെ മെരുക്കിയെടുക്കാനുള്ള ശ്രമവും, അതായത് കീഴ്പ്പെടുത്തി തൻ്റെ പരിധിക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസൊക്കെയാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. ആൻഡ് ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പോസിബിൾ ആവുന്നതാണ് ഇക്കോ ക്രിട്ടിക്കൽ റീഡിങ് നമുക്ക് ഈ സ്റ്റോറിയിൽ പോസിബിളാണ്. ഇത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൺ ലൈഫ് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് റൂറൽ ലൈഫിലും അർബൺ ലൈഫിലും നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് രണ്ട് തരത്തിലാണ്. അർബനിൽ നമുക്ക് നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കുറവാണ്. ആൻഡ് ഈ ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ dilemma in choosing whether to reveal the location of the white heron to the hunter or to hide it and save the bird എന്നുള്ളതിൽ കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞതിനെ ഹണ്ടർ പിടിക്കാൻ വരുന്നു, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ സിൽവിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇത് എവിടെയുള്ളതെന്ന്. അപ്പോൾ ഹണ്ടറിനോട് അത് പറയണോ അതോ ഈ ഒരു പക്ഷീനെ ഞാൻ സേവ് ചെയ്യണോ എന്നുള്ള ആ ഒരു സേവ് ചെയ്യണോ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അർബൺ ആൻഡ് നേച്ചർ കാണാൻ പറ്റും. And the freedom of the white heron symbolizes women's liberation and provides an eco-feminist viewpoint. അപ്പോൾ ഇതിൽ ഈ കൊക്കിൻ്റെ ഈ ഫ്രീഡം ഓഫ് വൈറ്റ് ഹെറോൺ എന്നുള്ളത് സിമ്പിളാണ്, അതായത് സ്ത്രീകളുടെ ലിബറേഷനും അതുപോലെ തന്നെ ഇക്കോ ഫെമിനിസ്റ്റ് വ്യൂ പോയിൻ്റൊക്കെയാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ വിമൺ ലിബറേഷൻ എന്നുള്ളൊരു സാധനം കൂടി മൈൻഡിൽ വെക്കണം, ഇക്കോ ഫെമിനിസ്റ്റിക് വ്യൂവും കൂടി ഓർത്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റോറി വായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. നമുക്ക് പാർട്ട് 1 ഇന്ന് ഡിസ്കസ് ചെയ്യാം. ദ വുഡ്സ് were already filled with shadows on June evening. അപ്പോൾ ജൂൺ ഈവനിങ്ങിലാണ് സ്റ്റോറി നടക്കുന്നത്. ജൂൺ മാസം വൈകുന്നേരമാണ്. അപ്പോൾ ഈ മരങ്ങളുടെ നിഴലൊക്കെ ആയിട്ട് അവിടെ മൊത്തം നിഴലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, അതായത് ഇരുട്ടായി തുടങ്ങി. Just before 8 o'clock, though a bright sunset still glimmered faintly among the trunks of the trees. അപ്പോൾ പറയാണ് ഒരു 8 മണിയായി കഴിഞ്ഞാലും ബ്രൈറ്റ് സൺ ഉണ്ടെങ്കിലും ഈ ചെടികൾക്കിടയിലൂടെ അത് എങ്ങോട്ട് താഴത്തോട്ട് എത്താനായിട്ട് മരങ്ങളുടെ മരം നല്ല വണ്ണമുള്ള മരങ്ങളൊക്കെ, കാട് പോലെയുള്ള സ്ഥലം നേച്ചറാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സണ്ണൊക്കെ തട്ടി താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. A little girl was driving home her cow. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ്. അപ്പോൾ മോർണിംഗിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. മോർണിംഗിൽ സൺലൈറ്റ് വരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ സൺസെറ്റ് ആകുമ്പോൾ എന്ത് സമയത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ കൂരിരുട്ടാവും. അപ്പോൾ ഈ ബ്രൈറ്റ് സണ്ണൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും അവിടെ അത്രയധികം അപ്പോൾ സൂര്യപ്രകാശം ഉള്ളിലോട്ട് എത്താനായിട്ട് ടൈം എടുക്കുന്ന ഒരു സ്ഥലം, അതായത് കാടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഫുൾ മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ ഗേൾ വാസ് ഡ്രൈവിങ് ഹോം ഹെർ കൗ. അപ്പോൾ ഈവനിങ് ആണ് നമ്മുടെ സമയം. അപ്പോൾ ഒരു പെൺകുട്ടി പശുക്കളെയൊക്കെ വീട്ടിലോട്ട് തെളിച്ചുകൊണ്ട് പോവാണ്, അതായത് മേയാൻ വിട്ട പശുക്കളെ വീട്ടിലോട്ട് തിരിച്ചു വിടുന്നു. പ്ലോഡിങ് ഡയലേറ്ററി. അപ്പോൾ പ്ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മൂവിങ്. ഈ പശുക്കൾ നമുക്കറിയാം ഓടി പോകുന്നില്ല, മെല്ലെ പോവുള്ളൂ. ഡയലേറ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ, അതായത് ഡിലേ ആണ്. അപ്പോൾ പ്രൊവോക്കിംഗ് ക്രീച്ചർ ഇൻ ഹെർ ബിഹേവിയർ. അപ്പോൾ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിപ്പിക്കുക, അതായത് ഇങ്ങോട്ട് തെളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ വഴിക്കൊക്കെ പോയി എന്ന് വരും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അവരെന്നെ മേയ്ക്കാനായിട്ട്. But a valued companion for all that. They were going away from whatever light
there was, and striking deep into the woods, but their feet were familiar with the path. പറയാണ് കൂരിരുട്ടാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ നിറയെ മരങ്ങളുണ്ട്. ഇപ്പം മരങ്ങൾ തട്ടി വീഴാനും തട്ടി വഴി തെറ്റി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷേ പറയണ അവരുടെ കാലുകൾക്ക് ആ വഴി അറിയാം എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് നോ മാറ്റർ വെദർ ദെയർ ഐസ് കുഡ് സീ ഇറ്റ് ഓർ നോട്ട്. പറയുന്നത് കാലുകൾക്ക് വഴി അറിയാം. അപ്പോൾ അവർ ഇരുട്ടാണെങ്കിലും വഴി മനസ്സിലാവുന്നില്ലെങ്കിലും പശുക്കൾ കറക്റ്റായിട്ട് വീട്ടിലേക്ക് പൊക്കോളും. അവർക്ക് വഴി അറിയാം. കണ്ണ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. There was hardly a night the summer through when the old cow could be found waiting at the pasture bars. On the contrary, it was her greatest pleasure to hide herself away among the huckleberry bushes, and though she wore a loud bell, she had made the discovery that if one stood perfectly still, it would not ring. അപ്പോൾ പറയാണ് നൈറ്റ് സമ്മറാണ്. അപ്പോൾ കൗകളിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരും, കൂട്ടിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ വയസ്സായ ഓൾഡ് കൗ വയസ്സായവർ എന്ത് ചെയ്യും, പാസ്റ്റർ ബാർസിൻ്റെ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ആൻഡ് ചില സമയത്ത് ഈ പശുക്കളുടെ ഒരു തമാശ, അവർ കളിക്കുകയായിരിക്കാം. അവരെന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇപ്പോൾ ബുഷസിൻ്റെ ഇടയിൽ, ഹക്കിൾബെറി ബുഷസിൻ്റെ ഇടയിലൊക്കെ പോയി ഒളിച്ചിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴുത്തിൽ മണി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ആ മണിയുടെ സൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ചില പശുക്കൾ എന്താണ്, അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ മണി അടിക്കില്ല എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, അനങ്ങാണ്ട് നിൽക്കും. അങ്ങനെ ചില പശുക്കൾ പറ്റിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളും പശുവും തമ്മിൽ കളിക്കുന്ന, അങ്ങനെ ചില പശുക്കൾ കളിക്കും. വലിയവരുടെ അടുത്തായാലും ചിലപ്പോൾ ചില നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കളിക്കും. Then so Sylvia had to hunt for her until she found her. അപ്പോൾ പറയാണ് ഈ ഒരു വയസ്സായ പശുവിനെ കളിക്കായിരിക്കാം, മോൾ അതിൻ്റെ നേച്ചർ അങ്ങനെയായിരിക്കാം. അപ്പോൾ സിൽവിയ എന്ത് ചെയ്യണം, ആ പശുവിനെ തേടി പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, കോന്ന് വിളിച്ചിട്ട് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പശു ആൻസർ ചെയ്യണമല്ലോ, മോന്ന് ആൻസർ ചെയ്യണം പശുവിൻ്റെ ഭാഷയിൽ. പക്ഷേ ആൻസറൊന്നും ചില സമയത്ത് കിട്ടില്ല. Until her childish patience was quite spent, if the creature had not given good milk and plenty of it, the case would have seemed very different to her owners. അപ്പോൾ പറയാണ് ചില സമയത്ത് സൗണ്ട് ഉണ്ടാക്കില്ല, ചില സമയത്ത് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ പറയാണ് ഈ കുട്ടിയുടെ പേഷ്യൻസ് അത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ കുറേ നേരം പേഷ്യൻ്റായിട്ട് തേടിയാൽ മാത്രമേ അതിനെ കിട്ടുള്ളൂ. നീ പശുവിൻ്റെ പ്രത്യേകത ഓൾഡ് കൗ ആണ്, അതുകൊണ്ട് തന്നെ നോട്ട് ഗിവൺ ഗുഡ് മിൽക്ക്, അത്ര പ്ലൻറ്റി ഓഫ് മിൽക്കും കാര്യങ്ങളൊന്നും അതിൻ്റെ നിന്ന് കിട്ടില്ല. പക്ഷെ എന്നാലും അതിന് ഓണേഴ്സിന് എന്താണ്, ആ പശുവിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ബിസൈഡ് സിൽവിയ ഹാഡ് ഓൾ ദ ടൈം there was and very little use to make of it. Sometimes in pleasant weather, it was a consolation to look upon the cow's pranks as an intelligent attempt to play hide and seek. As the child had no playmate, she spent herself to this amusement with a good deal of zest. അപ്പോൾ പറയാണ് ചില സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പകൽ നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പശുക്കളുടെ കളികളൊക്കെ നോക്കിയിരിക്കുക നല്ല രസമാണ്. ഇപ്പോൾ ഈ കുട്ടിയാണ്, പിന്നെ ഇവൾക്ക് വേറെ അവിടെ കളിക്കൂട്ടുകാരൊന്നുമില്ല. സോ ഇവളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവൾക്കൊരു പ്ലഷർ വേണം. സോ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം എന്താണ്, ഈ പശുക്കളുടെ അടുത്ത് തന്നെയാണ്. അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക, അവരെ കണ്ടുപിടിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമയം കുറച്ച് പോയി കിട്ടും. Though this chase had been so long that the very animal herself had given an unusual signal of the whereabout, Sylvia had only laughed when she came upon Mistress Molly at the swamp side and urged her affectionately homeward with a twig of birch leaf. അപ്പോൾ സിൽവിയ പറയാണ്, ഈ ഒരു വട്ടവൾ ഒളിച്ചിരുന്നപ്പോൾ ഇറ്റ്സ് ടേക്ക് ടു ലോങ് ടു ഫൈൻഡ് കൗ, പശുവിനെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തൊരു നമ്മളൊരു മരത്തിൻ്റെ ചെറിയൊരു ചില്ല പൊട്ടിച്ചിട്ട് അതിനിങ്ങനെ തെളിച്ച് കൊണ്ടുപോയില്ലേ, അപ്പോൾ അതേപോലെ സിൽവിയ കൊണ്ടുപോവാണ്, അഫെക്ഷനേറ്റ്ലി കൊണ്ടുപോവാണ് ഹോമിലോട്ട്.
and the old cow was not inclined to wander further. She even turned in the right direction for once as they left the pasture, and stepped along the road at a good pace. She was quite ready to be milked now, and seldom stopped to browse. Sylvia wondered what her grandmother would say because they were so late. അപ്പോൾ ഈ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വഴിയറിയാം, എങ്ങോട്ട് പോകണം, എങ്ങനെ എപ്പോൾ പാൽ കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പശുവിനറിയാം. സിൽവിയ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഗ്രാൻഡ് മദർ ഇതിനൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ സിൽവിയ പറയാണ് ഇപ്പം ലേറ്റായി, പശുവിനെ തപ്പിപ്പിടിക്കാൻ പോയിട്ട് ലേറ്റായി. പിന്നെ സിൽവിയ തിരിച്ച് ചെല്ലുമ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെയൊക്കെ സിൽവിയ ആലോചിക്കുകയാണ്. ഞാനിപ്പോൾ ലേറ്റായിട്ടാണല്ലോ വീട്ടിൽ ചെല്ലണേ, അപ്പം ചീത്ത പറയൂ, അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ്. And it was a great while since she had left home at 5:30, but everybody knew the difficulty of making this errand a short run. പറയാണ് ഇപ്പോൾ വന്നിട്ടൊരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അതായത് ഈ പശുക്കളേനെയും കൊണ്ട് പോന്നിട്ട്. എന്നാലും വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇത് എത്ര ഡിഫിക്കൽട്ടാണ് ഒരു പശുവിനെ മേയ്ക്കുക അല്ലെങ്കിൽ ഇവറ്റങ്ങളതിനൊക്കെ തൊഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. Mrs. Tilly had chased the horned torment too many summer evenings herself to be blamed anyone else for lingering, and was only thankful as she waited that she had Sylvia nowadays to give such valuable assistance. അപ്പോൾ സാധാരണ ഇതൊക്കെ ചെയ്യാറുള്ളത് മിസ്സസ് ടില്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ടില്ലിക്ക് അറിയാം ഇതെത്ര ബുദ്ധിമുട്ടാണ് ഈ പശുക്കളേനെ ഇങ്ങനെ മേയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ടില്ലിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്, കാരണം സിൽവിയ അപ്പോൾ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. The good woman suspected that Sylvia loitered occasionally on her own account. There never was such a child for staying about out of doors since the world was made. ചില സമയത്ത് ടില്ലി വിചാരിക്കും, സിൽവിയ നേരം വൈകുമ്പോൾ ടില്ലി വിചാരിക്കും ഇവളെന്ത് ചെയ്തിട്ടുണ്ടാവും, ലോയിറ്ററിൽ നിന്ന് അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നുണ്ടാവും, അതാണ് നേരം വൈകിന്, ഒരു ഉത്തരവാദിത്തമില്ലാത്ത കുട്ടി എന്നൊക്കെ ടില്ലി വിചാരിക്കാറുണ്ട്. Everybody said that it was a good change for a little maid who had tried to grow for 8 years in a crowded manufacturing town. But as for Sylvia herself, it seemed as if she never had been alive at all before she come to live at the farm. She thought often the wistful compassion of a wretched geranium that belongs to a town neighbor. അപ്പോൾ പറയാണ് ഇനി സിൽവിയ ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയാണ്. സിൽവിയ ഒരു 8 വർഷത്തോളം താമസിക്കുന്നത് ടൗണിലാണ്. മാനുഫാക്ചറിങ് ടൗൺ എന്നാണ് പറയുന്നത്. അതായത് ഇൻഡസ്ട്രീസൊക്കെയുള്ള ഭയങ്കര ക്രൗഡഡ് ഏരിയയിലാണ് സിൽവിയ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ 9ാമത്തെ വയസ്സായപ്പോഴാണ് ഈ ഒരു ഫാമിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവൾക്ക് തീർക്കാൻ പറ്റുന്നത് ഇവിടെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്കൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് അവൾക്ക് കിട്ടുക. Afraid of fox, old Mrs. Tilly said to herself with a smile, after she had made the unlikely choice of Sylvia from her daughter's house full of children and was returning to the farm. Afraid of fox, they said. I guess she won't be troubled, no great, and them up to the old place. അപ്പോൾ മിസ്സസ് ടില്ലിയുടെ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ സിൽവിയ നിൽക്കുന്നത്. അപ്പോൾ സിൽവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്സസ് ടില്ലിയുടെ മോളുടെ കുട്ടിയാണ്, അതായത് ഗ്രാൻഡ് ചൈൽഡ് എന്നുള്ളൊരിതിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് മിസ്സസ് ടില്ലി അവളെ ഇങ്ങനെ കളിയാക്കും, അഫ്രൈഡ് ഓഫ് ഫോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. വെൻ ദേ റീച്ച് ദ ഡോർ ഓഫ് ദി ലോൺലി ഹൗസ് ആൻഡ് സ്റ്റോപ്പ് ടു അൺലോക്ക് ഇറ്റ് ആൻഡ് ദ ക്യാറ്റ് കെയിം ടു പെർ ലൗഡ്ലി. അപ്പോൾ ഇവളുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, ഇവളും മിസ്സസ് ടില്ലി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവളവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ലല്ലോ. അപ്പോൾ ഇവൾക്ക് പേടിയാണ് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇവൾ ആ ഒരു ലോൺലി ഹൗസിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ, തുറക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു പൂച്ച വന്നിട്ട് എന്ത് ചെയ്യും, സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോവും. ആൻഡ് റബ്ബ് അഗെയിൻസ്റ്റ് ദെം, അവരുടെ മേത്ത് ഇങ്ങനെ, പൂച്ചയുടെ സ്നേഹം കാണിക്കില്ല, അവരുടെ മേത്ത് ഇങ്ങനെ ഉരയ്ക്കും. ആൻഡ് ഡെസേർട്ടഡ് പുസി ഇൻഡീഡഡ് ദാറ്റ് ഫാറ്റ് വിത്ത് യങ് റോബിൻസ്. സിൽവിയ വിസ്പേർഡ് ദാറ്റ് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലീവ് ഇൻ ആൻഡ് ഷീ നെവർ ഷുഡ് വിഷ് ടു ഗോ ഹോം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നേച്ചറുമായിട്ട് ഇണങ്ങിച്ചേർന്നുള്ളവരുടെ ജീവിതം കാണുമ്പോൾ സിൽവിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പൂച്ചയുണ്ട്, കൗ അവിടെ ഓടി നടക്കുക,
ഒരു ചെറിയ വീട്, വേറെ ആരും ശല്യത്തിനില്ല. സോ സിൽവിയയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സിറ്റിയിൽ അല്ലെങ്കിൽ അർബണിലെ പോലെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. The companions followed the shady road, the cow taking slow steps and the child very fast ones. അപ്പോൾ പറയാണ് കമ്പാനിയൻ, നമ്മുടെ സിൽവിയയുടെ കമ്പാനിയൻസ് എന്താണ്, മെല്ലെ മെല്ലെയാണ് പോകുന്നത്. അതായത് പശുക്കൾ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. ആൻഡ് സിൽവിയാണെങ്കിൽ നല്ല വേഗം നടക്കുന്നുണ്ട്. The cow stopped long at the brook to drink, as if the pasture were not half a swamp, and Sylvia stood still and waited, letting her bare foot cool themselves in the shoal water, while the great twilight moths stuck softly against her. അപ്പോൾ പറയാണ് ഈ പശുക്കൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെയാണ് പോകാൻ. പശുക്കൾ വെള്ളം കാണുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പാസ്റ്റർ ഇവളും കൂടെ നിൽക്കണം. അപ്പോൾ ഇവളെന്ത് ചെയ്യും, ആ വെള്ളത്തിൽ കാല് നനയ്ക്കുകയൊക്കെ ചെയ്യും. She waded down through the brooks as the cow moved away and listened to the thrushes with a heart that beat fast with pressure. There was a string in the great boughs ahead. They were full of little birds and bees that seemed to be wide awake and going about their world, or else saying good night to each other in sleepy twitters. അപ്പോൾ ഇനി പോകുന്ന വഴികളിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പശുക്കൾ വെള്ളം കുടിക്കാൻ നിൽക്കും. അപ്പോൾ അവരുടെ കൂടെ നിൽക്കും. പുല്ലിൽ വെള്ളത്തിലൊക്കെ കാലൊക്കെ നനയ്ക്കും. അങ്ങനെ ഒരു കാലും തണുപ്പിക്കും. പിന്നെ പറയുന്നത് ചെടികളുടെ കാര്യങ്ങളാണ്. പിന്നെ ബുഷസ്, പിന്നെ ബേർഡ്സിൻ്റെ സൗണ്ടുകൾ, പിന്നെ പല ജന്തുക്കളെയും സൗണ്ടുകൾ. അവർ പരസ്പരം ഇപ്പം നൈറ്റായി, അപ്പോൾ അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കൂട്ടിലോട്ട് കയറുമ്പോൾ. അപ്പോൾ സിൽവിയ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പരസ്പരം ഗുഡ് നൈറ്റ് പറയുമായിരിക്കും. സ്ലീപ്പി ടിറ്റ്വേഴ്സ് ആയിരിക്കും, പരസ്പരം ഉറങ്ങാൻ പോവാണല്ലോ, അപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്ന സൗണ്ട് ആയിരിക്കും അതെന്ന് സിൽവിയ പറയാണ്. ആൻഡ് സിൽവിയ എന്താണ്, ഹെർസെൽഫ് ഫെൽറ്റ് സ്ലീപ്പി. ഇവളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഇവൾക്ക് ഉറക്കം വന്നിട്ടാണ് പോകുന്നത്. ബട്ട് കുഴപ്പമില്ല. ഹവർ ഇറ്റ് വാസ് നോട്ട് മച്ച് ഫർദർ ടു ദ ഹോം. ഇനി വീട്ടിലോട്ട് അധികം ദൂരമില്ല. സോ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ഉറങ്ങാം. ആൻഡ് ദ എയർ വാസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. അവിടെ വരുന്ന കാറ്റ് എങ്ങനെയാണ്, സോഫ്റ്റ് ആൻഡ് സ്വീറ്റാണ്. അതായത് സിറ്റിയിലെ പോലെയുള്ള പൊല്യൂഷൻ അങ്ങനെയുള്ള എയറൊന്നുമല്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള എയറാണ്, സ്വീറ്റാണ്. She was not often in the woods so late as this, and it made her feel as if she were a part of the grey shadows and the moving leaves. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നേരം വൈകിട്ട് അവൾ ഈ വുഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അതായത് മറ്റേത് ഇങ്ങനെ മേയ്ക്കാൻ പോയാലും നേരത്തെ വീട്ടിലോട്ട് എത്തിപ്പെടാറുണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഗ്രേ ഷാഡോസ്, മരത്തിൻ്റെ ഇടയിൽ, ഈ നിഴലിലൊക്കെ, ഈ മൂവിങ് ലീവ്സിൻ്റെ ഇടയിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവൾ ആലോചിക്കുകയാണ്, ഈ ഫാമിലോട്ട് നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. ആൻഡ് ടൗണിലൊക്കെ എന്ത് നോയ്സാണ്, പക്ഷെ ഇവിടെ നോക്കൂ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള